ഈ ഇന്ന് കളിക്കാൻ പോണ ആദ്യത്തെ ക്വാളിഫയറിൽ കളിക്കുന്നത് ഏറ്റവും നല്ല 2 ടീമുകൾ തന്നെയാണ്. അതിൽ തമാശ എന്താവും, ഈ സീസൺ മുഴുവൻ നടന്നിട്ടുള്ള ചർച്ചകൾ 250ന്റെ ടോട്ടല്, ഇത്ര 6 അടിച്ചു ഒരു കളിക്കാരൻ, സ്ട്രൈക്ക് റേറ്റ് ഒക്കെ 200ന്റെ മേലെ, ടോട്ടലുകളെല്ലാം 200ന്റെ മേലെ. പക്ഷെ ഇത് ഏറ്റവും മികച്ച 2 ബോളിംഗ് ടീമുകളാണ് ക്വാളിഫയറിൽ എത്തിയിട്ടുള്ളത്, ആദ്യത്തെ ക്വാളിഫയർ. RCBക്ക് ഭുവനേശ്വർ കുമാർ ബോളർ ഓഫ് ദി സീസൺ ആണ് ഇതുവരെ. ഇപ്പൊ തന്നെ തിരിച്ച് ഇന്ത്യ ടീമിൽ എടുക്കണം എന്ന് വരെ ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റവരുടെ ആണെങ്കിൽ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, ഏറ്റവും നല്ല പേസ് ബോളിംഗ് ഗ്രൂപ്പ്, റബാഡ, മുഹമ്മദ് സിറാജ്, ജേസൺ ഹോൾഡർ, പ്രസീദ് കൃഷ്ണ, എല്ലാം ഇന്റർനാഷണൽസ് ആണ്. ഇപ്പൊ റഷീദ് ഖാൻ ഫോമിൽ തിരിച്ചു വരികയും ചെയ്തു. എല്ലാ വിധത്തിലും ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ്. അപ്പൊ ഇവര് രണ്ടുപേരും എത്തിയതിൽ എനിക്ക് ഒരു അതിശയമില്ല. അതിന്റെ നേരെ മറുവശമാണ് സൺറൈസേഴ്സ് ഭയങ്കര ഒരു ടോപ്പ് 3 വെച്ചിട്ട് ഏറ്റവും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ടോപ്പ് 3, മറ്റേ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, ഹെൻറി ക്ലാസ്. പക്ഷെ അവർക്കും മികച്ച ബോളർമാരുണ്ട്. ഇപ്പൊ പാറ്റ് കമിൻസ് ഓസ്ട്രേലിയയിൽ നിന്ന് തിരിച്ചു വന്നു. പുതുതായിട്ട് വന്നിട്ടുള്ള ഷാക്കിബ് ഹുസൈൻ എന്നെ ഏറ്റവും ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ബോളറാണ് ഈ IPL. അപ്പൊ അങ്ങനെ അവർക്കും ഒരു ഓൾറൗണ്ട് ഇതുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളിപ്പോ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന മത്സരങ്ങൾ വെച്ചിട്ട് ഇപ്പൊ ഒരു ഈ പ്ലേ ഓഫിന്റെ ഒക്കെ മുമ്പ് ദിലീപ് ആര് പ്രവചിക്കുന്നത് IPL ഇപ്രാവശ്യം ആർക്ക് കിട്ടുന്നതാണ്? എന്റെ അഭിപ്രായത്തിൽ ഈ ആദ്യത്തെ ക്വാളിഫയർ കളിക്കുന്ന ടീംസിൽ ഒന്നായിരിക്കും ജയിക്കുക. എനിക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് മോദി സ്റ്റേഡിയത്തിലാണ് ഫൈനല്. അത് കാരണം ഗുജറാത്ത് എത്തുകയാണെങ്കിൽ ഗുജറാത്ത് ജയിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അതിന്റെ പിന്നിലും ഒരു കഥയുണ്ട്. എന്താ വെച്ചാൽ ഗുജറാത്ത് ടൈറ്റൻസ് ഈ ഫ്രാഞ്ചൈസ് ലേലത്തിന് വന്നപ്പോ എല്ലാവരും അസ്യൂം ചെയ്തത് അത് അദാനിക്ക് കിട്ടും. ഗുജറാത്ത് നിന്നുള്ളൊരു ടീം, അംബാനിക്ക് ടീമുണ്ട്, എന്തായാലും അദാനിക്ക് കിട്ടും. അദാനിക്ക് ബിഡ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ ഉയർന്ന തലത്തിൽ നിന്ന് ഉപദേശം വന്നു, നിങ്ങൾ ബിഡ് ചെയ്യരുത്, ഇത് ടോറന്റ് ഗ്രൂപ്പിന് തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട്. എന്താ വെച്ചാൽ പ്രൈം മിനിസ്റ്ററുടെ ഏറ്റവും അടുത്ത പണ്ട് തൊട്ടേ ഉള്ള സുഹൃത്ത് ബന്ധമാണ്. അപ്പൊ ഒരു കണക്കിന് ഇന്ത്യയുടെ ഫേവേർഡ് ടീമും കൂടിയാണ് ഗുജറാത്ത് ടൈറ്റൻസ്.